ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് കാർഡാണ് കേട്ടോ. എന്തൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്താലും നമ്മുടെ കൈകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് സ്പെഷ്യൽ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കാം. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരാൻ പോകുന്നത്. അതിന് മാത്രമല്ല, നമുക്കിപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാലന്റൈൻസ് ഡേ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാർഡാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. കാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ A4 ഷീറ്റ് കളർ പേപ്പേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ആദ്യം തന്നെ സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈക്വലായിട്ട് 4ആയി മടക്കുകയാണ്. എന്നിട്ട് ഈ കാണുന്ന അളവിലാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് അളവെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച പെർഫെക്ഷനിൽ, ശരിക്കും പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മളിതാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ 2 പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ 2 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഐയും അടിയിൽ യുവും ആണ് കേട്ടോ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ലെറ്റേഴ്സൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ നമുക്കിതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പിങ്ക് കളർ പേപ്പർ തന്നെ വേറൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സിഗ്സാഗായിട്ട് മടക്കണം. 4 ഭാഗമായിട്ടാണ് മടക്കേണ്ടത്. അപ്പോൾ ആദ്യം 4 ഈക്വൽ പാർട്ടാക്കി മടക്കുക. അതിനുശേഷം സിഗ്സാഗായിട്ട് മടക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കില്ലേ, അതേപോലെ. ഇനി ഇതിലാണ് നമ്മൾ ലവ് എന്ന് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ലെറ്റേഴ്സും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ബ്ലാക്ക് കളർ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തതില്ലേ ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് മാത്രം ഗം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക.
എന്നിട്ട് നമ്മുടെ ഈ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ, അതായത് കവറും കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പേപ്പർ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കവറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുകയാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് രീതിയിൽ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ഹാൻഡ് മെയ്ഡ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാനായിട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബ്ലാക്കും റെഡും കൂടിയാണെങ്കിൽ അടിപൊളി ആയേനെ അല്ലേ. പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ റെഡ് പേപ്പർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിങ്ക് എടുത്തത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം. പിന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വാലന്റൈൻസ് ക്രാഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്കിനി എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.